മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സൗബിൻ ഷാഹിന് തിരിച്ചടി കേസ് റദ്ദാക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. വാഗ്ദാനം ചെയ്ത ലാഭവിഹിതം നൽകാതെ വഞ്ചിച്ചു എന്നതാണ് പരാതി. ബിനിൽ ചേരുന്നുണ്ട്. ബിനിൽ, സൗബിന് തിരിച്ചടിയാണ് കോടതിയുടെ ഈ നിലപാട്. എന്തൊക്കെ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടാണ്, എങ്ങനെയാണ് ഈ കേസിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? സൗബിന് എത്രത്തോളം തിരിച്ചടിയാകുന്നു? രതീഷ്, ഇത് വലിയ തിരിച്ചടി തന്നെയാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. കാരണം കേസ് റദ്ദാക്കണമെന്ന ആവശ്യമാണ് ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. ഈ ഹർജി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ കേസിൽ പ്രതികൾക്ക് ഇടക്കാല ജാമ്യം അടക്കം കിട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി തുടർന്നുള്ള അന്വേഷണത്തിൽ പോലീസ് ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഹൈക്കോടതി ഉത്തരവിന്റെ പൂർണ്ണരൂപം പുറത്തേക്ക് വരുമ്പോഴാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയെന്നത് വ്യക്തമാകുകയുള്ളൂ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ സമീപകാലത്തെ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നായിരുന്നു. അതിൽ ഈ പണം മുടക്കിയ ആൾക്ക് 40% ലാഭവിഹിതം നൽകാമെന്നായിരുന്നു വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നത്. കരാർ ഉണ്ടായിരുന്നു. അരൂർ സ്വദേശി സിറാജ് ഹമീദിൽ നിന്ന് 7 കോടിയോളം രൂപയാണ് ഈ സിനിമയുടെ നിർമ്മാണ ആവശ്യങ്ങൾക്കായി സൗബിൻ ഷാഹിറും അച്ഛൻ ബാബു ഷാഹിറും അടക്കമുള്ളവർ വാങ്ങിയിരുന്നത്. എന്നാൽ ഇതുവരെ കൊച്ചിയിൽ നിന്ന്